മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചേമ്പുംതാളും കൊണ്ടൊരു വടയുണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം. എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ആദ്യം ചേമ്പുംതാൾ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഉള്ളി തേങ്ങ എല്ലാം കൊണ്ടിട്ടൊന്ന് അടുപ്പ് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും തുള്ളി ചേർക്കണ്ട കേട്ടോ. അതിന് ശേഷം നമുക്കത് പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തതിനകത്ത് ഇട്ടിളക്കി നമുക്ക് ഉരുളകളാക്കി ഉരുട്ടി പിന്നെ അതൊന്ന് പരത്തി കടലമാവ് കലക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആയത് ഇങ്ങെടുക്കാം. ചേമ്പുംതാളും കൊണ്ട് വടയുണ്ടാക്കിയത്. നമുക്ക് അടുത്തതുപോലെ ആ ഉള്ളിയെല്ലാം കൂടെ ഇളക്കി ചേമ്പുംതാൾ കണ്ടോ, ചേമ്പുംതാളും എല്ലാം കൂടെ ഇട്ട് വഴറ്റി കരിവേപ്പില ഇട്ട് എന്നിട്ടൊരു ചെറിയ ഉരുളകളാക്കിയിട്ട് പിന്നെ അതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കത് കടലമാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കടലമാവി മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ലോകത്തിൽ ആരും ഉണ്ടാക്കാത്തൊരു പലഹാരമാണിത് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ചായക്ക് 4 മണിക്കത്തെ ചായയുടെ കടിയായിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി. നമുക്ക് ആദ്യമായിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. ചാനൽ കേരളം ബൈ ശോശാമ്മ. ഉള്ളി വീണത് കരിഞ്ഞു പോകും, അത് നമുക്കിങ്ങ് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കാം. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയണ്ടേ? കണ്ടോ, ആ ചേമ്പുംതാളിൻ്റെ നിറം കണ്ടോ, നല്ല പച്ച നിറമായിട്ട്. അതും പച്ചമുളക്, ഉള്ളി, കരിവേപ്പില. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? അതെല്ലാം കഴിക്കാൻ കൂടുന്നുണ്ടോ? ഞാൻ കഴിക്കാം. നിങ്ങൾക്ക് കൂടാൻ പറ്റില്ല, ഉണ്ടാക്കിയിട്ട് കഴിച്ചോളി. വടകളി ഏറ്റവും രുചിയുള്ളതാണിത്. നല്ല വിറ്റാമിൻ്റെ കലോറയാണ്. ഇത് എല്ലാവർക്കും കഴിക്കാം, ഒരു ഗ്യാസും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൻ ചേമ്പും താളും കൊണ്ട് ബജി ഉണ്ടാക്കി. എന്ത് രുചിയാണെന്നറിയാം. ഹൈ, ഒരു പ്രാവശ്യം തിന്നുന്നവർ പിന്നെയും ഉണ്ടാക്കി തിന്നും. അത്രയ്ക്കും രുചിയാണ്. കാര്യം ഉണ്ടാക്കി നോക്കണേ.